you're given, that's how we live it. Don't be mad at the system, it's simply how we've existed. ഹായ് ഗൈസ്, എല്ലാവർക്കും റോഷൻ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കളിക്കുന്ന ഫ്രീ ഫയർ ആണ്. അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും ഈ ഗെയിം അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. നമ്മളതിൻ്റെ ഒരു കിടക്കാച്ചി ഗെയിം പ്ലേ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ എന്ന പുതിയ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു തന്നെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കയറച്ചെന്ന് അടിക്കണം, നമ്മൾ ഒളിച്ചിരുന്ന് അടിക്കണില്ല. ആൾക്കാർ എന്ത് ചെയ്യും? നമ്മളിവിടെ നിന്ന് ഓരോരുത്തവരെയും അടിച്ച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 ടിchdi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 
നിന്ന് അടിക്കുന്നതെന്ന്. ഇവിടെ നിന്ന് അടിക്കുന്നത്? ഓണ്ട പുറകിൽ നിന്നാണ് ഗൈസ് അടിക്കുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. കണ്ടിരുന്നെങ്കിൽ ഞാൻ എന്നെ കില്ലടിച്ചു. പിന്നെ ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവൻ 3 പേരുണ്ട്. ഒരുത്തൻ നോക്കാവുകയും ചെയ്തു. ഇവനൊരുത്തൻ ദൈവന്മാർ ജയിച്ചു. ബൂയി അടിച്ചിട്ടുണ്ട്. വെവിയുന്നുണ്ട്. അപ്പം നല്ല ഗെയിമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ല ഗെയിമാണ്. നമ്മുടെ ഇത് കൂട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നുകൂടെ കളിക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത മാച്ച് ആകുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും വീഡിയോ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത മാച്ചിൽ എത്തിയിട്ടുണ്ട്. ഇത് അടുത്ത മാച്ചാണ് കേട്ടോ. ഇത് വേറെ മാച്ചാണ്. ആ മാച്ച് നമ്മളെന്തായാലും ബൂയി അടിച്ചു. അപ്പോൾ ഈ മാച്ചിലും ബൂയി അടിക്കും. അടിക്കും. നമുക്കൊരു ഉറപ്പ് കാണാൻ പറ്റില്ല. താഴെ നിൽക്കണം. നമ്മളങ്ങോട്ട് കയറി നിന്ന് പിടിക്കുകയാണ്. ആരും ഇല്ലല്ലോ. പിടിക്കുമോ? നമ്മൾ നോക്കായി കയറി ചെന്ന് അബദ്ധമായി പോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഈ തെങ്ങിൻ്റെ മൂലയ്ക്ക് വന്ന് ഒളിച്ചിരിക്കുക. അപ്പോൾ ആരും നമ്മളെ കാണില്ല. ക്ലാസ് കാണണമെങ്കിൽ ആരും നമ്മളെ റിവൈവ് ചെയ്യുന്നില്ല. എങ്കിലും നമ്മളെ റിവൈവ് ചെയ്യുമെന്ന് നമുക്കറിയാം. നമ്മളെ റിവൈവ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവന് അടി കിട്ടിയാലും നമ്മളെ റിവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവനെ അടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇവൻ എടുത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇവനെന്തായാലും ഇവനെയൊക്കെ നോക്ക് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുത്തനെ നോക്ക് ചെയ്തിട്ടുണ്ട്. മറ്റവനിട്ട് അടിയും കിട്ടുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തേനെ നോക്ക് ചെയ്തിട്ടുണ്ട്. ഇവനെ എന്തായാലും അവൻ ചത്തോ. അപ്പോൾ ഒരുത്തനൂടുണ്ട്. അവനെയും കൂടെ ഒന്ന് അടിച്ചിടാം. ഡിഫീറ്റ്. അപ്പോൾ അവൻ 2 പേരുണ്ടായിരുന്നു. ഈ സൈഡിൽ നിന്ന് അടിച്ചപ്പോൾ അപ്പോൾ നമ്മളവനെ നോക്ക് ചെയ്തിട്ടെല്ലാം വെറുതെയായി. നമുക്കിപ്പോൾ ഫമാസ് എടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ഞാൻ DJ ലോഗിൻ്റെ ഗീവേ തരുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കോമ്പറ്റീഷനൊക്കെ ഞാൻ പറയാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്രാവശ്യം എൻ്റെ ഡയമണ്ട് ഇല്ല. അപ്പം ഞാൻ കുറച്ച് ഡയമണ്ടൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് ഞാൻ ഗീവേ നടത്താം. എന്ത് നിൽക്കുന്നത്? നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇവരെയും കാണുന്നില്ലോ. നമ്മൾ നോക്കിയിട്ട് ഇവിടെ താണ്ട നിൽക്കുന്നു. ഓടിപ്പോയി. വന്നിരിക്കണു. നമുക്കിവിടെ നല്ല അടി വരുന്നുണ്ട്. നമ്മളിവിടെ അവനെ പുറകിൽ നിന്ന് പോയി അടിച്ചിടാനാണ് നമ്മളെ പ്ലാൻ. ഇത് നമ്മളെ ടീമേറ്റാണ്. നമ്മൾ നോക്കായി. അപ്പം നമ്മളെ ആരും റിവൈവ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ചുറ്റും എനിമിയാണ്. അപ്പം നമ്മൾ 2 പേരെയും അവൻ നോക്ക് ചെയ്തു. അവനാണ് നമ്മുടെ നല്ലോണം കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഫമാസ് ഇരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല ഇത് കൊടുക്കാമായിരുന്നു. അപ്പോൾ ഫമാസിൻ്റെ ഇതാകാൻ കഴിയാലോ. ദാവിടും വെടിവെക്കുന്നുണ്ട്. ഗൈസ് ഇവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവൻ ഈ മാച്ച് ജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ജയിച്ചാൽ മതിയായിരുന്നു. നമ്മളെ റാങ്ക് പോകത്തില്ല. നിൽക്കുന്നു. അവൻ വരുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. അവൻ സോൺ എടുത്തെത്തി. അവൻ എന്തായാലും തോക്കുമെന്ന് തോന്നുന്നു.
എന്തായാലും നല്ല മച്ച വിക്ടറി. നമ്മൾ വിചാരിക്കുന്ന ആളല്ല, നല്ല പ്ലെയർ ആണ്. നമ്മൾക്ക് ഇപ്പോൾ തോംസൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ന്യൂ അപ്ഡേറ്റിന് ശേഷം അധികം തോക്കൊന്നും നമ്മുടെ ഇതിലില്ല കേട്ടോ. ന്യൂ അപ്ഡേറ്റിന് ശേഷം ഇപ്പോൾ ന്യൂ അപ്ഡേറ്റ് വന്നു, ബൂയാഡേ. അപ്ഡേറ്റ് വന്നതോടെ ഈ ചെറിയ ചെറിയ ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പോൾ കാണാനില്ല. ഇപ്പം ഈ തോംസണും ഒക്കെ ഉള്ളൂ. ഇതാ വെടി കേൾക്കുന്നത്, ആരാ വെടിക്കുന്നത്? ഇത് അവന്മാർ നമ്മളെ ഈ തോംസൺ, അയ്യോ താണ്ട് വെടിക്കുന്നു. അപ്പം നമ്മളെന്തായാലും ഇവിടെ നോക്കാതിരുന്നാൽ മതി. ഞാൻ കണ്ടു അവനെ, പക്ഷേ ഇത്രയും ദൂരെ നിന്ന് തോംസണും കൊണ്ട് വെടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഇതോണ്ട നിൽക്കുന്നു. വെടിവെക്കാൻ പറ്റുന്നുണ്ട്, നല്ല ഡാമേജ് അവനിട്ട് കൊടുക്കുന്നുണ്ട്. അവൻ ഒളിച്ചിരുന്നു. നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നല്ല പ്രോ പ്ലേയേഴ്സാണ് ഉള്ളത്. അപ്പോൾ സ്ക്വാഡോടെ നമ്മളെ അങ്ങ് വെട്ടിക്കളയും. ഇതോ നിൽക്കണ്. നമുക്കിവിടെ നിന്ന് അവനെ ടവറിലാണ് നിൽക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി, അയ്യോ ഇതാണ്ട നോക്കിയിട്ടു ആരാ എവിടെ വെച്ച്. ഇതോ അവൻ എങ്ങോട്ട് കയറി വന്നു, 2 പേര്. എന്തായാലും നല്ലൊരു പരിപാടിയാണ് ചെയ്തത്. എന്തായാലും അതൊരു മോശം പരിപാടിയാണ് ഇത്, അത് ശരിയായില്ല. അപ്പോൾ നല്ലോണമൊക്കെ നല്ല ഡാമേജ് അവന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. വന്നു അവനെ എന്തായാലും നോക്കിയിട്ടുണ്ട്. പിന്നെ അലോ ഇടുന്നില്ല, അലോ കിട്ടും. ഇവൻ അലോ അല്ലേ? നമ്മളിവിടെ എല്ലാവരും കളിയുന്നുണ്ട്. അപ്പോൾ ഒരുത്തനോടുണ്ട് കേട്ടോ ഇവിടെ, ഞാൻ കണ്ടയാണ്. ഒരുത്തനോട് ഇവിടെ ഉണ്ട്. ആ സോൺ എടുത്ത് ഇവനിപ്പോൾ നോക്കാവും. ദാണ്ട ഇവിടെ ഗ്ലൂ വാളും കിടപ്പുണ്ട്. ഇവനിനി എന്ത് കാണിക്കും? അയ്യോ ഇവനിനി താഴെടുത്ത് ആടിയാലേ പറ്റുള്ളൂ. എൻ്റെ ഹെൽത്ത് വളരെ കുറവാണ്. എന്തായാലും ഇനി താഴെടുത്ത് ആടിയാലേ പറ്റുള്ളൂ. ചാടിയിട്ടുണ്ട്. ഇവൻ ഹെൽത്തൊന്നും കുറയുന്നില്ലല്ലോ. ആണ്ടോ വെടിവെച്ചു. വിക്ടറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കന്മാർ നല്ല പ്രോ പ്ലെയേഴ്സാണ്, നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ള കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കില്ല് പോലും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കില്ല് എടുക്കണം. ഒരു കില്ല് പോലും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെല്ലുവാണ് കേട്ടോ. പക്ഷെ എന്തായാലും അവന്മാരെ വെറുതെ വിടത്തില്ല. നമ്മൾ ഇപ്രാവശ്യം കയറി ചെല്ലുകയാണ്. ഇവിടെ കുറച്ച് തോക്കെടുപ്പുണ്ട്. തോംസൺ കിട്ടി. ഇത് ഇവിടെ തോക്കാണ്. ഇവിടെ ഒരു തോംസൺ ഉണ്ട്. നമ്മൾ മുന്നോട്ട് കയറി പോവാണ്. ഇപ്രാവശ്യം നമ്മൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ കയറി ചെന്ന് അടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒരു ഹില്ലൊക്കെ വേണ്ടി. അപ്പം നമ്മൾ ഇപ്രാവശ്യം കയറി ചെന്ന് അടിക്കാൻ പോവാണ്. ഇവനൊക്കെ മോളിൽ കയറി. അപ്പം നമുക്കൊന്ന് മോളിൽ കയറാം. ആരും കാണുന്നില്ലല്ലോ. അവന് വെടി കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ആരോ ഉണ്ടാവും പോകുന്നു. അവൻ്റെ അടുത്ത് ആരോ ഉണ്ട്. അവൻ നോക്കുവായി. നമ്മൾ അവൻ മണ്ടത്തരം കാണിച്ചു. നമ്മൾ അലോ വിടട്ടെ. നമുക്ക് ലൈവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇവിടാണ് നോക്കാൻ കിടക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ഡയറക്റ്റ് കയറി അടിക്കുകയാണ്. അപ്പം ഇപ്രാവശ്യം നമ്മളെന്തായാലും വെറുതെ ഇവിടെ നിന്ന് ലക്ഷ്യമില്ല. വെടി വയ്ക്കണം. ഇവൻ നമ്മുടെ കൂട്ടുകാരനാണോ? അല്ല, അതെ ഇവൻ നമ്മുടെ കൂട്ടുകാരനാണ്. ആരെയും കാണാനില്ലല്ലോ. നമ്മൾ ഗൺ റീലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ കുറേ പേര് നിൽക്കുന്നു പോലെ എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ തോന്നില്ലാന്ന് തോന്നുന്നത്. അവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ടീമേറ്റ് അല്ലേ ഇത്? ഒരുത്തൻ തത്തിയിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ അവന്മാരൊക്കെ പുറകോട്ട് ഓടിയെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ വന്നത് ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ ടീമേറ്റ് കൊന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. വരുന്നു. അപ്പോൾ ഗൈസ് ഇടയ്ക്ക് വെച്ചൊരു നെറ്റിൻ്റെ ഇഷ്യൂ വന്നു. നമ്മൾ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല രീതിയിൽ പിങ് വന്നു. അപ്പോൾ നമ്മൾ
ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരുത്തന്നെ കാണണ്ട നിൽക്കുന്നു. നമ്മൾ ഇവനെ നോക്കിയിട്ടുണ്ട്. ഇത് പുറയിൽ ഒരുത്തം വന്നിട്ട് അതുപോലെ എനിക്ക് തോന്നി. ഗൈസ് നമ്മളിവിടെ നോക്കായി. അപ്പം നമ്മളെ നോക്കാക്കി കളഞ്ഞു. ഇതാ അങ്ങോട്ട് പോയാൽ നമ്മളെ നോക്കാക്കി കളഞ്ഞു. എന്നാൽ ഞാൻ ഒരുത്തനെ നോക്കി ഇട്ടതാണ്. ഇതാണ്ടേ എന്തായാലും അവനെ ഇവൻ നോക്കാക്കിയിട്ടുണ്ട്. താമോ അവൻ എവിടെ നിന്ന് എവിടെയിരിക്കുന്നത്? ഓണ്ട എവിടെ വരുന്നു അവൻ? എന്തായാലും ഗോൾ കിട്ടിയിട്ടുണ്ട്. ദാണ്ട പറയുന്നു ഡിഫീറ്റ്. അപ്പോൾ ഈ മാച്ച് അവൻ അടിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മാച്ച് എന്തായാലും അവൻ അടിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഗണ്ണൊക്കെ എടുക്കുവാണ്. ഞാൻ ചുമ്മാ ഗ്രനേഡ് എടുത്ത് എറിയുവാണ്. അടുത്തോട്ട് പോയി നോക്കുക, ഒന്നും പറ്റിയില്ല. അപ്പം ഇതായതുകൊണ്ട് കുറച്ച് നല്ല സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ എനിക്ക് എന്തായാലും ചെറുതായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് കയറിപ്പോകാം. ഇത് അവിടെയാണ് എനിമി ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് ചാടി കയറിപ്പോകാം. ഇവിടെ നമുക്ക് കുനിഞ്ഞിരിക്കാൻ നല്ലൊരു ഹൈഡിങ് പ്ലേസ് ആയിരിക്കും. ഇതാ വെടികൊള്ളുന്നു. നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. ഇതാ അവിടെ നമ്മുടെ മുഴുവൻ ശത്രുക്കളാണ്. ഒരുത്തൻ ഓടി വരുന്നുണ്ട്. അപ്പം നമുക്ക് അവനിട്ട് എന്തായാലും നമുക്കൊരു പണി കൊടുക്കണം. അവനെന്തായാലും കയറി വരുന്നുണ്ട്. അപ്പം ഇതാ കയറി വന്നു. അവനെ എന്തായാലും നമ്മൾ നോക്കി ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒന്ന് നോക്കി തോന്നുന്നില്ല. നല്ലോണം കളിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം പയ്യന്മാരെല്ലാം നോക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുത്തനൂടെ ഉള്ളൂ. എന്തായാലും അവനെ ചെന്ന് റിവൈവ്. അപ്പോൾ നമ്മൾ നോക്കിയത് വെറുതെ ആയി. ഇത് ക്ലാഷ് സ്ക്വാഡ് തന്നെ. നമുക്ക് റിവൈവ് നമ്മളെ ആര് റിവൈവ് ചെയ്യുന്നൊരു സൂചി എടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം അതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ റിവൈവ് ചെയ്യുമായിരുന്നു. ഇതാവുന്നു. പിന്നെ അവന്മാർ ഒരു മാച്ചോടെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും. നമുക്ക് ഈ ഒരു മാച്ചോടെ അവന്മാരെ എങ്ങനെയായാലും ഒന്ന് തോപ്പിക്കണം. നല്ലൊരു സ്ഥലം കിട്ടി. ഇത് അത്യാവശ്യം നല്ല സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കയ്യിൽ അധികം ഗണ്ണിൻ്റെ സ്കിന്നൊന്നുമില്ല. ക്ഷമിക്കണം, എനിക്ക് നേരത്തെ ഒരു ഗണ്ണിൻ്റെ സ്കിൻ കിട്ടിയായിരുന്നു ഇതിൻ്റെ തന്നെ. അപ്പോൾ അത് ഞാൻ എനിക്ക് ഡെയിലി സ്പെഷ്യലിൽ നിന്ന് കിട്ടിയാണ്. പെർമനൻ്റ് അല്ലായിരുന്നു. ഇനി ഗൈസ് ഇവിടെ നല്ല പിങ് ഉണ്ട്. അപ്പോൾ ഞാൻ അത്രയും ഓരോ ഭാഗം കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. അങ്ങോട്ട് ഓരോ ഗ്രനേഡ് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്മോക്ക് ഗ്രനേഡ് എറിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് നോ ഐഡിയ. ഇവിടെ എന്താണ്ട് പഠിക്കണം. നമുക്ക് എന്തായാലും അവനെ പോയി കറക്റ്റായിട്ട് അങ്ങ് തീർത്ത് എന്താണ്ട് നിൽക്കണം. അയ്യോ, നമ്മൾ നോക്കായി. അപ്പോൾ ആരും ഇവിടെ വന്ന് രക്ഷിക്കാറില്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ മാച്ചും തോക്കുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അത്ര വലിയ പ്രോ ഒന്നുമല്ല. ഞാൻ അത്ര വലിയ അവനെ ആരോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നെ ആരും ഒന്ന് രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാരവിടെ നിൽപ്പുണ്ട്. എന്നെ ഒന്ന് രക്ഷിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം മുന്നിൽ എനിമി നിൽപ്പുണ്ട്. അവനെ നോക്കിയതു. അപ്പം നമ്മുടെ ഇനി ഒരുത്തനൂടെ ഉള്ളു, പ്രിൻസ് അങ്ങ് പറഞ്ഞുകൊണ്ട് ഒരുത്തനൂടെ ഉള്ളു. അപ്പോൾ അവനൂടെ നോക്കായി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. അപ്പോൾ നമ്മുടെ എനിമീസ് വന്നു. അപ്പം നമ്മളെന്തായാലും റിവൈവ് ചെയ്യില്ല. നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാച്ച് തോക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗ്രനേഡ് വന്നു. നമ്മൾ ഈ മാച്ച് തോറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ മാച്ച് ജയിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ തരും. ബൈ ബൈ.